കടിഞ്ഞൂൽ പ്രസവത്തിൽ ആൺകുട്ടി ജനിക്കാൻ കറുത്ത പശുവിന് പ്ലാവിലയും നെയ്യും കൊടുക്കുന്ന ഗർഭിണി. എന്നിട്ടും ആൺകുട്ടി ജനിക്കാത്തതിനാൽ രണ്ടാം പ്രസവത്തിന് മുമ്പ് വെളുത്ത പക്ഷത്തിൽ നെയ്യുമായി പശുവിന് പുറകെ നടക്കുന്ന ഭാര്യയും ഭർത്താവും. അടുത്തിടെ ഇറങ്ങിയ ബോളിവുഡ് ചിത്രത്തിലെ രംഗമായിരുന്നു ഇത്. ഗുസ്തിക്കാരനായ ഒരച്ഛൻ ആൺകുട്ടിയെ കിട്ടിയാൽ ഗുസ്തി പഠിപ്പിക്കാമെന്ന് കരുതിയാണ് ആൺകുട്ടിക്ക് ജന്മം നൽകാനായി മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ നടത്തിയത്. പക്ഷേ കിട്ടിയത് രണ്ടും പെൺകുട്ടികൾ. അവർ രാജ്യത്തെ ഏറ്റവും വലിയ ഗുസ്തിക്കാരായെങ്കിലും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ആൺകുട്ടി ജനിക്കാൻ ആൽവേരും കടുകുമൊക്കെ കഴിച്ചാൽ മതിയോ? നാട്ടുംപുറങ്ങളിലെ പലവിധ പ്രചാരണങ്ങളുണ്ട്. ഗർഭിണിയുടെ വയറു നോക്കിയും മുഖത്തെ ക്ഷീണം അളന്നും എന്തിന് ആകാശത്തെ മേഘങ്ങളെ വരെ നോക്കി ചില വിദ്വാൻമാർ ഭ്രൂണനിർണയം നടത്തിക്കളയും. അതൊക്കെ നാടൻ വയറ്റിപ്പിഴപ്പ് തട്ടിപ്പ് എന്ന ഗണത്തിൽപ്പെടുത്താം. എന്നാൽ രാജ്യത്തെ വിവിധ സർവകലാശാലകളിലെ ആയുർവേദ വിദ്യാർത്ഥികളുടെ 3ാം വർഷ പാഠപുസ്തകത്തിൽ ചരകസംഹിതയുടെ ഭാഗമെന്ന നിലയിൽ ഭാവി ആയുർവേദ ഡോക്ടർമാർ പഠിക്കുന്നത് കേട്ടാൽ സാമാന്യബോധമുള്ള മലയാളി ഞെട്ടും. ആൽമരത്തിൻ്റെ വടക്കോട്ടുള്ള വേലും 8 ഉഴുന്നും 4 കടുകുമൊക്കെ ഗർഭിണി കഴിച്ചാൽ ആൺകുട്ടി ഉണ്ടാകുമത്രേ. ഉത്തമ സന്തതികളെ എങ്ങനെ ഗർഭം ധരിക്കാം എന്നാണ് മറ്റൊരു കൂട്ടരുടെ പ്രചാരണം. ഇത്തരം പ്രചാരണങ്ങളുടെ ശാസ്ത്രീയത എന്താണ്? ആയുർവേദം പറയുന്നത് ഇങ്ങനെയാണോ? പെൺകുട്ടികൾ ജനിച്ചാൽ ഇക്കാലത്തും വളർത്താൻ പ്രയാസമാണോ? തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ഞങ്ങൾക്കും പറയാനുണ്ട് ഈ ആഴ്ച. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് ഡോക്ടർ നെൽസൺ ജോസഫ്, ഇൻഫാൻ ക്ലിനിക്, ഒപ്പം സ്വാമി സന്ദീപാനന്ദഗിരി, രാഹുൽ ഈസർ, രമാദേവി, ഡോക്ടർ രാജ്കുമാർ, സീനിയർ മെഡിക്കൽ ഓഫീസർ, ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി, വെഞ്ഞാറമുണ്ട്. ആൺകുട്ടി ജനിക്കാൻ ഇങ്ങനെയൊക്കെ നോക്കിയാൽ മതിയെന്ന് ആയുർവേദം പറയുന്നതായുള്ള പ്രചരണം വരുന്നു. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ശാസ്ത്രീയമായ നിഗമനങ്ങൾ ഇതിലുണ്ടോ? ശാസ്ത്രീയമായ വശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി ജനിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു വസ്തുതയേ അല്ല. നമുക്കറിയാം, നമ്മുടെ അച്ഛനിൽ നിന്ന് നമുക്കൊരു ഭാഗം ജീനിൻ്റെ ഒരു പകുതി കിട്ടും, അമ്മയിൽ നിന്ന് ബാക്കി പകുതി ക്രോമസോമുകൾ കിട്ടും. അതിൽ പുരുഷനാകണമെങ്കിൽ ആ 23 ജോഡി ക്രോമസോമിൽ ഒരു ജോഡി ക്രോമസോം സെക്സ് ക്രോമസോമുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ പുരുഷനിൽ ഒരു എക്സ് ക്രോമസോം ഉണ്ടാവും, ഒരു വൈ ക്രോമസോം ഉണ്ടാവും. സ്ത്രീക്കാണെങ്കിൽ 2 എക്സ് ക്രോമസോമുകൾ ഉണ്ടാവും. ആ എക്സ് ക്രോമസോമും വൈ ക്രോമസോമും അച്ഛൻ്റെ ബീജമുണ്ടാകുന്ന സമയത്ത് പകുതി ബീജങ്ങളിൽ എക്സ് ക്രോമസോമുകളും പകുതി ബീജങ്ങളിൽ വൈ ക്രോമസോമുകളും ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് പ്രകൃതി തന്നെ തന്നിരിക്കുന്നത് 50% ചാൻസ് ആണുണ്ടാവാനും 50% പെണ്ണുണ്ടാവാനുമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി മോശക്കാരിയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഓൾറെഡി നിലവിലുള്ള സമൂഹത്തിലേക്ക് ഏതെങ്കിലും ഒരു ലിംഗം ആൺകുട്ടി കൂടുതൽ മെച്ചപ്പെട്ടയാളാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പരോക്ഷമായിട്ടാണെങ്കിൽ പോലും കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ കുറ്റമായിട്ട് തന്നെ കണക്കാക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ആയുർവേദം എന്താണ് പറയുന്നത്? ഈ ലിംഗനിർണയം നടത്തുവാൻ എന്തെങ്കിലും മരുന്നുകൾ ഉണ്ടോ? ലിംഗനിർണയം നടത്താനുള്ള മരുന്നിനെ പറ്റിയല്ല. ഞങ്ങൾ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അഷ്ടാംഗഹൃദയത്തിലും ഒക്കെ ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ ഇതൊരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിച്ച് കളയുന്ന ഒരു കൂട്ടത്തിലുള്ളതാണ്. ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, അതൊരു മിത്തായിട്ടാണോ കാണുന്നത്? ഈ പുംസവ എന്ന് പറയുന്നു, അതെത്ര മാത്രമായിരിക്കണം എന്നുള്ളതൊക്കെ അതൊരു മിത്തായിട്ട്? ആയുർവേദത്തിലെ പുംസവനം എന്ന് പറയുന്നിട്ടുള്ളൊരു രീതിയുണ്ട്. അത് പറയുന്നത് ഈ ആയുർവേദത്തിനകത്ത് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അതായത് ആദ്യത്തെ മാസം കഴിഞ്ഞതിന് ശേഷമാണ് ആണും പെണ്ണുമായിട്ട് തിരിയുന്നത് എന്ന് ഒരു വാക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നല്ല സൽസന്താനം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി ജന്മം എടുക്കുന്നതിന് മുമ്പായിട്ട് ആ അമ്മയും അച്ഛനും അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും സദാചാരപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ മുളയുടെ മുട്ടെടുത്തിട്ട് അത് പാലിനകത്ത് അരച്ചിട്ട് നസ്യം ചെയ്യുന്നൊരു പ്രക്രിയ പറയുന്നുണ്ട്. അതായത് വലത്തെ മൂക്കിലൂടെ നസ്യം ചെയ്തല്ലാതെ ആൺകുട്ടിയും ഇടത്തെ മൂക്കിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ പെൺകുട്ടി എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞിട്ടുള്ള സദാചാര കാര്യങ്ങളും അവിടെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളിൽ എത്രത്തോളം അത് ഫലപ്രദമാണെന്ന് ഒരു കാരണവശാലും നമ്മളാരും പരീക്ഷിച്ചിട്ടുമില്ല, അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല.
പക്ഷേ ഇതെനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ഈ വടക്കേന്ത്യയിലൊക്കെ ഉള്ള ഒരു സംസ്കാരം അനുസരിച്ച് അവിടെ പെൺകുട്ടികളോടുള്ള ആ എതിർപ്പ് മൂലം ഇതിനെ ഒത്തിരി ബലൂണീകരിച്ച് കാണിക്കുന്നു എന്നൊരു പ്രക്രിയയായിട്ടാണ് അതിനെ കാണുന്നത്. അതിനകത്ത് സത്യസന്ധത എത്രത്തോളം ഉണ്ടെന്ന് ഒരിക്കലും ആരും പരീക്ഷിച്ചിട്ടുമില്ല. അതിനുള്ള റിസൾട്ട് കിട്ടിയതായിട്ട് നമുക്ക് അറിവില്ല. എന്താണ് ആർഷഭാരതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു, അതുകൊണ്ട് സൽപുത്രന്മാർക്ക് വേണ്ടി സൽസന്താനത്തിന് വേണ്ടി ഇതെല്ലാം വേണം. യഥാർത്ഥത്തിൽ എന്താണ് ഈ സൽസന്താനം എന്ന് ഉദ്ദേശിക്കുന്നത്? 200 വർഷം മുമ്പ് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചിരുന്നപ്പോൾ അവർ വിശ്വസിച്ചിരുന്നതും പ്രചരിപ്പിച്ചിരുന്നതും ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് സ്നേക്ക് ചാർമേഴ്സ് ആൻഡ് ഹാഫ് നേക്കഡ് ബാബാസ്, ജഡാമകുടധാരികളായ അർദ്ധനഗ്നരായ കുറേ സന്യാസിമാരുടെയും, കള്ള സന്യാസിമാരെന്ന് വ്യാഖ്യാനം, അതിൻ്റെയും അല്ലെങ്കിൽ ഈ പാമ്പാട്ടികളുടെയും നാടെന്നൊരു തെറ്റിദ്ധാരണയായിരുന്നു അവർക്കുണ്ട്. ഇന്ന് നമ്മുടെ ഈ ആർഷഭാരത സംസ്കാരം എന്ന് വിളിക്കുന്ന കാര്യത്തെ അതേ ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ യോഗ, നമ്മുടെ ആയുർവേദം, നമ്മുടെ ആത്മീയത, നമ്മുടെ ധ്യാനം, നമ്മുടെ അമ്പലങ്ങളടക്കം ലോകാരാധ്യമായി മാറുന്നൊരു കാഴ്ച നമുക്ക് കാണാം. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ സനാതന സംസ്കാരത്തിന് കുറേ മെച്ചങ്ങളുണ്ട് എന്നുള്ള ധാരണയിൽ നിന്ന്, തിരിച്ചറിവിൽ നിന്ന്, അതിൻ്റെ റിസർച്ചിൽ നിന്നൊക്കെയാണ്. നമ്മുടെ ചരിത്രത്തിൽ സാംസ്കാരികപരമായി ഹിസ്റ്റോറിക്കലി പഠിക്കുമ്പോൾ ഇത്തരം ഒരുപാട് പെർസ്പെക്റ്റീവുകളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും ആ പെർസ്പെക്റ്റീവുകൾക്ക് കറക്ഷൻ വേണമെങ്കിൽ ഇന്നലെ നമ്മുടെ മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് സതീഷ് ദോംബ്രെ, അദ്ദേഹം ഡീനാണ്, അദ്ദേഹത്തിൻ്റെ രജിസ്ട്രാർ കാളിദാസ് ചവാൻ അടക്കം ഏതെങ്കിലും മഹത്തരമായ ഈ സംസ്കാരത്തിനോട് ചേരാത്ത റെഫറൻസുകൾ ഉണ്ടെങ്കിൽ അത് റിവ്യൂ ചെയ്യാനും അത്തരം കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു കമ്മിറ്റി ഇന്നലെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശാസ്ത്രത്തിനെ പോലെ തന്നെ ചരിത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണണം. വലത്തെ മുക്കിൽ കൂടെ നസ്യം ചെയ്തുകൊണ്ട് ആൺകുട്ടിയോ ഇടത്തെ മുക്കിൽ കൂടി നസ്യം ചെയ്തുകൊണ്ട് പെൺകുട്ടിയോ അത്തരമൊരു ഉൽപ്പാദന രീതി ഇല്ല എന്ന് പറഞ്ഞു. നമ്മൾ രാഹുൽ പറഞ്ഞിടത്ത് തന്നെയാണ് ഇങ്ങനെ ചരിത്രത്തിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ പഴയ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഇന്നലെ കണ്ട തെറ്റാണെന്ന് തോന്നിയാൽ നമുക്കത് നാളെ തിരുത്താം. അതിനുള്ളൊരു അവസരമായി മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇത് മുതലെടുക്കുന്നവർ ഉണ്ട്. ഇതിനെ വളരെ കൃത്യമായി ഈ അറിവുകളെ മുതലെടുക്കുകയും ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാകാം എന്ന്. ഉദാഹരണം, കുങ്കുമപ്പൂ കഴിച്ചാൽ വെളുക്കും എന്ന് പറയുന്നുണ്ട്. കുടുംബം വെളുക്കുന്നതല്ലാതെ ഇന്ന് വരെ കുങ്കുമപ്പൂ കഴിച്ച് വെളുത്തവരുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട്. സ്വാമിയുടെ അഭിപ്രായം എന്താണ് ഇത്തരം കാര്യങ്ങൾ? മുതലെടുപ്പുകൾ നടക്കുന്നുണ്ട്. പിന്നെ ഇത് വളരെ ഗൗരവപൂർവമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ ചിന്ത ചെയ്യേണ്ടുന്ന ഒന്നാണ്. ഇപ്പോൾ എല്ലാ മഹാത്മാക്കളെ കുറിച്ച് പറയും. ഇപ്പോൾ ശങ്കരാചാര്യരുടെ ജന്മത്തെക്കുറിച്ച് പറയുമ്പം ആദ്യം പറയുന്നത് ആര്യാമ്പ കണ്ട സ്വപ്നത്തെക്കുറിച്ചാണ്. അപ്പോൾ ആര്യാമ്പ പറഞ്ഞു ഇങ്ങനെയൊരു ചോദ്യം മുന്നിൽ വന്നു, ഒരുപാട് മക്കൾ വേണോ അതോ അല്പായുസ്സായിട്ടുള്ള മകൻ വേണോ എന്ന് ചോദിച്ച സമയത്തുള്ള കൺഫ്യൂഷൻ ഉണ്ടല്ലോ ഈ ഇവർ ശിവഗുരുവും ആര്യാമ്പയും തമ്മിലുള്ള. അത് ആയുസ് കുറവാണെങ്കിലും ശ്രേഷ്ഠനായവൻ എന്നുള്ള ഓപ്ഷനാണ് ശിവഗുരുവും ആര്യാമ്പയും എടുക്കുന്നത്. അതേ എന്നിൽ സംഭവിക്കൂ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും പൂർണ്ണമായിട്ട് എന്തിനു വേണ്ടി ഞാൻ കുട്ടിയെ ജനിപ്പിക്കണം എന്നതാണ്. എൻ്റെ കുട്ടി എന്തായി തീരണം. അങ്ങ് തുടങ്ങിയത് തന്നെ നല്ല ഇതാണ്, റെസ്ലർ ആവാൻ വേണ്ടി ആ സങ്കല്പത്തിലാണ്. പക്ഷെ അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അതായിത്തീരുക എന്നുള്ളതാണ്. ആ സങ്കല്പത്തിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ ആയുർവേദവും പറയുന്നുണ്ട്, നമ്മുടെ വേദങ്ങളും. ഒരു ഉപനിഷത്ത് തന്നെ ഇതിനുണ്ട്, ഗർഭോപനിഷത്ത് എന്നാണ് ആ ഉപനിഷത്തിൻ്റെ പേര് തന്നെ. 5 മക്കൾ, 4 പെൺമക്കൾ, ഒരാണ്. അച്ഛൻ നഷ്ടപ്പെട്ടിട്ടും ഇത്രയും നാളും മക്കളെ വളർത്തിക്കൊണ്ട് വന്നു. ഇപ്പോൾ ആൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ജനിക്കുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ഒരു സമൂഹം വരുന്നുണ്ട്. ഈ ലോകത്ത് ഈ 4 പെൺകുട്ടികൾ ഒരു പ്രസവത്തിലാണ് 5 കുട്ടികളും. അല്ലെങ്കിൽ ഇത്രയും പെൺകുട്ടികൾ വരാണെങ്കിൽ ആൺകുട്ടികളത് എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രാർത്ഥനകൾ നടത്തുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത് സ്വാഭാവികമായ ഒരു പെണ്ണയ്ക്ക് നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നല്ലോ. അങ്ങനെയല്ലേ വരിക? പെൺമക്കളെ വളർത്താൻ പിന്നീട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ? ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ ട്രീറ്റ്മെൻറ്റിലൂടെയാണ് എനിക്ക് 5 കുഞ്ഞുങ്ങളെ കിട്ടിയത്. അപ്പം ആണോ പെണ്ണോ എന്നെനിക്കത് വിഷയമല്ല. നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ സൽകീർത്തിയോടെ ഉള്ള ഒരു കുട്ടിയെ തന്നെയാണ്. അത് നമ്മൾ ജനിച്ചിട്ട് അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ള അച്ഛനമ്മമാരിൽ നിന്നോ ഗുരുവിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ എവിടെ നിന്നായാലും ആ കുട്ടികൾ നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തുക. അല്ലാതെ ഒരു ഔഷധം കഴിച്ചത് ഇങ്ങനെ ഇത്ര ഈ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ ഉള്ള സംഗതികൾ കഴിച്ചിട്ട് ഒന്നുമല്ല.